ഏവർക്കും നമസ്കാരം. ശിവോത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് കൂടി സ്വാഗതം. ഇന്നത്തെ കളക്റ്റീവ് മെസ്സേജ് എന്താണ് നിങ്ങൾ ഈ ഒരു സമയം കേൾക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളെ എന്താണ് ദൈവം ഓർമ്മിപ്പിക്കുന്നത് എന്നൊരു മെസ്സേജാണ്. പ്രപഞ്ചശക്തികൾ നിങ്ങൾക്ക് തരുന്ന ചില സൂചനകൾ. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും അല്ലേ, നന്നായിട്ട്. പക്ഷേ ദൈവത്തിന് വന്നിട്ട് നിങ്ങളോട് നേരിട്ട് സംസാരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ ചിലപ്പോൾ ചില വീഡിയോസ് ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചില ഗൈഡൻസ് ആയിട്ടായിരിക്കാം, ചിലപ്പോൾ ചില കോഡ്സ് ആയിട്ടായിരിക്കാം ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇതൊക്കെ നിങ്ങൾക്കുള്ള ഒരു സന്ദേശമാണ്. ചില ആൾക്കാർ 1111 എന്നൊരു നമ്പർ കാണുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ദൈവത്തിൽ നിന്നുള്ളൊരു സന്ദേശം, അല്ലെങ്കിൽ നമ്മൾ നേരായ വഴിക്കാണ് പോകുന്നത്, നമുക്കൊരു സന്ദേശം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നുള്ളൂ എന്നതിൻ്റെ സൂചനയാണ് കേട്ടോ. അപ്പോൾ എത്രയോ പേര് ഇങ്ങനെയുള്ള മെസ്സേജുകൾ കാണുന്നു, പക്ഷെ അവരൊന്നും ചിലപ്പോൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. നിങ്ങൾ അത്രയും ഭാഗ്യമുള്ളവരാണ്, അത്രയും ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള ആൾക്കാരാണ്. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനകളാണ് നിങ്ങൾ ഇങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. ഓക്കെ, ഒരു ആധ്യാത്മികമായിട്ടുള്ള പാതയിൽ, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ അവേക്കണിങ്ങിലേക്ക് കൂടി കടന്നു പോവുക, അല്ലെങ്കിൽ ഒരു സ്പിരിച്വാലിറ്റിയെ കുറിച്ച് കൂടുതൽ അറിയുക, ഇങ്ങനെയൊക്കെ ഒരു ഭാഗ്യമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനും അറിയാനും ഇടയാവുന്നത്. മുജ്ജന്മ സുഹൃതം എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ വളരെ ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇതൊരു ടൈംലെസ് വീഡിയോ ആണ് കേട്ടോ. എപ്പോഴാണോ നിങ്ങളത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് ആ ഒരു സമയത്തായിരിക്കും നിങ്ങളിത് കേൾക്കേണ്ട ഒരു സമയം ആയിട്ടുണ്ടാവുക എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾക്കൊരു പേഴ്സണൽ ടാരോട്ട് റീഡിംഗ്, സ്പിരിച്വൽ ഗൈഡൻസ്, കൗൺസിലിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തൊരു സ്ലോട്ട് ബുക്ക് ചെയ്യാം. റീഡിംഗ്, പേഴ്സണൽ ടാരോട്ട് റീഡിംഗ് പെയ്ഡ് ആണ് കേട്ടോ, പേയ്മെൻറ്റ് ഉണ്ട് അതിന്. ഓക്കെ, അല്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ അറിയുന്നുണ്ടാവും. പിന്നെ ഇത് ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് ഇത് അട്രാക്ട് ചെയ്യാതിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളായിട്ട് നിങ്ങൾക്ക് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ ജസ്റ്റ് വിട്ടേക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്ത കാർഡ് ഫോട്ടോ വേറെ ആയിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക. അതിൻ്റെ മേലെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് പിന്നെ സറണ്ടർ ചെയ്താൽ മതി, അല്ലെങ്കിൽ ദൈവത്തിന് വിട്ടുകൊടുക്കുക. നിങ്ങൾ നിങ്ങളുടെ ലൈഫായിട്ട് പോവാം. ഇതിലുള്ളൊരു പോസിറ്റീവ് മെസ്സേജ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ അത് റിസീവ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാതിരിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഇവിടെ 3 ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. 3 ഫോട്ടോസിൽ ഏത് ദൈവത്തോടാണോ അല്ലെങ്കിൽ ഏത് ഫോട്ടോയോടാണോ നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നുന്നത്, നിങ്ങളുടെ മനസ്സ് എന്ത് പറയുന്നോ അത് സെലക്ട് ചെയ്യാം. ചിലർക്ക് ഒന്നിൽ കൂടുതൽ അട്രാക്ഷൻ തോന്നാം, അതും സെലക്ട് ചെയ്യാം. അതിനുശേഷം റീഡിങ് കേൾക്കാം. അതിൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് റീഡിങ്ങിലേക്ക് എത്താൻ പറ്റുന്നതാണ്. അപ്പോൾ കണ്ണടച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് നിങ്ങളുടെ ഒരു ചോദ്യം ഭഗവാനോട് ചോദിക്കുക. തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം ലഭിക്കുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫോട്ടോ, ശിവഭഗവാന്റെ ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ വളരെ ഭാഗ്യം ചെന്ന ആൾക്കാരാണ്. ഓക്കെ, പക്ഷേ അതിനനുസരിച്ച് ഒരുപാട് പരീക്ഷണങ്ങളുടെ കൂടിയും നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടാവാം. ഇപ്പോഴും നിങ്ങൾ പരീക്ഷണങ്ങളെ അതിജീവിക്കുന്നുണ്ടാവാം. ഓക്കെ, പക്ഷേ പേടിക്കേണ്ട ആവശ്യം, ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഭഗവാൻ അത്രയും പ്രിയപ്പെട്ട ആൾക്കാരെ മാത്രമാണ് ഇത്തരത്തിൽ പരീക്ഷിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഒരുപാട് മുൻജന്മത്തിലെ ഒരുപാട് നല്ല കാര്യങ്ങൾ, പുണ്യ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് വന്ന നിങ്ങൾ ഭഗവാന്റെ ആ ഒരു പ്രൊട്ടക്ഷനിൽ വളരെയധികം, ആ ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേലെ ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണത്. ഓക്കെ, സാധാരണഗതിയിൽ പരീക്ഷണങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ കടന്നു പോകുന്നൊരു വ്യക്തി ഭഗവാനെക്കുറിച്ച് കൂടുതൽ സ്മരിക്കുക, അല്ലെങ്കിൽ ദൈവത്തിലേക്ക് പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്യുക, അത് സാധ്യമല്ല അല്ലേ. നമുക്കൊരു ബുദ്ധിമുട്ടുകളും ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ദൈവത്തിലേക്ക് കൂടുതൽ ആശ്രയിക്കുന്നത്. അങ്ങനെ നമ്മൾ ആശ്രയിച്ചാൽ മാത്രമേ നമുക്കൊരു മോക്ഷം, അല്ലെങ്കിൽ ഒരു ദൈവികമായിട്ടുള്ള ഒരു പരിഗണന, അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. നമ്മൾ പല സത്യങ്ങളും തിരിച്ചറിയുന്നൊരു അവസ്ഥയാണ്, സിറ്റുവേഷനാണ്. ഓക്കെ, ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ അവസ്ഥ വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്ന് ഭഗവാൻ അറിയാം. പക്ഷേ കുറച്ച് നാളുകൾ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷവും സമാധാനവും വന്നു ചേരും എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ സന്തോഷത്തെ മാത്രം പ്രതീക്ഷിച്ചിരിക്കരുത്. ജീവിതം എന്ന് പറയുന്നത് സന്തോഷവും ദുഃഖവും എല്ലാം നിറഞ്ഞതാണ്. അപ്പോൾ അതിന് രണ്ടിനെയും ഒരുപോലെ നിങ്ങൾ ബാലൻസ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. കൃത്യമായിട്ട് നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് മെസ്സേജ്, അല്ലെങ്കിൽ ഒരു ചിലപ്പോൾ സ്വപ്നത്തിലൊക്കെ നിങ്ങൾ ഭഗവാന്റെ ചില അമ്പലങ്ങൾ സന്ദർശിക്കുന്നതായിട്ട് സ്വപ്നത്തിൽ കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ ചില വിളക്കുകൾ, നാഗങ്ങളെ ഒക്കെ നിങ്ങൾ സ്വപ്നത്തിൽ ചിലപ്പോൾ കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ അത് ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ടാവാം വീട്ടുമുറ്റത്തൊക്കെ. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ വളരെ ചില സമയത്ത് ഓവർവെൽമിംഗ് ആയിട്ട്, അതായത് ഇനിയൊരു വഴിയില്ല, അല്ലെങ്കിൽ വളരെയധികം ടെൻഷനിൽ
ഒരു പല വെല്ലുവിളികളെ നേരിട്ടിട്ട് ഇനി എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, എൻ്റെ ജീവിതം ഇവിടെ തീർന്നു എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇനിയും നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരുപാട് ദൈവികമായിട്ടുള്ള പരീക്ഷണങ്ങൾ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, ദൈവികമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ കണക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. നാഗങ്ങളെയൊക്കെ കൂടുതൽ സ്വപ്നം കാണുന്നവരുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കൊരു കുണ്ടലിനി അവേക്കണിങ് അല്ലെങ്കിൽ ഒരു കുണ്ടലിനി പവറിലേക്ക് നിങ്ങൾ പോകുന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് നിങ്ങൾക്കത് മനസ്സിലാക്കേണ്ടത്. ശാപമായിട്ട് നിങ്ങളത് കണക്കാക്കരുത്. ഒരു ഡിവൈൻ പവറിലേക്ക് കൂടുതൽ ബ്ലിസ്ഫുൾ ആയിട്ടൊരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനയായിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ വരുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങൾ ജീവിതത്തിൽ പ്രതീക്ഷിച്ചിരിക്കുന്നത് അതിൻ്റെ മേലെ നിരാശപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ മേലെ ചിന്തിച്ചിട്ട് വിഷമിച്ചിട്ട് എനർജി വേസ്റ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യവും നിങ്ങൾക്കില്ല. തീർച്ചയായിട്ടും ഒരുപാട് ഒരുപാട് ഡിവൈൻ ലവ്, കറേജ്, സപ്പോർട്ട് എല്ലാം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എവിടെയൊക്കെയോ ഒരു നെഗറ്റീവ് സെൽഫ് ടോക്ക്, വിശ്വാസമില്ലാത്തൊരവസ്ഥ, മടുത്ത ഒരവസ്ഥ. അപ്പോൾ പ്രതീക്ഷ കൈവെടിയാതിരിക്കുക. ഒരുപാട് നല്ല കാര്യങ്ങളാണ് ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ഫൈനലി അതായത് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാനിങ്ങനെ ഒരുപാട് പണിയെടുക്കുന്നു അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, എന്നിട്ട് എനിക്ക് മാത്രം എന്താണ് ഫലം കിട്ടാത്തത്, അല്ലെങ്കിൽ എൻ്റെ തോട്ടത്തിൽ എപ്പോൾ പൂക്കളുണ്ടാവും എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തീർച്ചയായിട്ടും നിങ്ങളുടെ എഫേർട്ടിൻ്റെ റിസൾട്ട് ഉണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ, നമ്മുടെ കർമ്മഫലം അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അത് നമ്മൾ അനുഭവിച്ച് തീരാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഭഗവാന്റെ കാർഡ് സെലക്ട് ചെയ്യാൻ നിങ്ങൾ ഒരുപാട് കർമ്മഫലങ്ങളാണിപ്പോൾ റിലീസ് ചെയ്യുന്നത്, കാർമിക് സൈക്കിളാണ് റിലീസ് ചെയ്യുന്നത്. കാർമിക് സൈക്കിൾ എൻഡ് ചെയ്യാൻ പോവാണ് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ അത് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങൾ കൂടി കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിൽ ചിലർ ഏഞ്ചൽ നമ്പേഴ്സ് 111 പോലുള്ള നമ്പേഴ്സ് കൂടുതലായിട്ട് കാണുന്ന ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ വന്ന് കണക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ ഒരുപാട് സൂചനകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തീർച്ചയായിട്ടും വരുന്നുണ്ട്. നിങ്ങൾ ശരിക്കും ഡിവൈനായിട്ട് പുഷ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഒരു പ്രതീക്ഷയിലേക്കാണ് കൊണ്ടുപോകുന്നത്, ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ പ്രതീക്ഷ തീർച്ചയായിട്ടും ആവശ്യമാണ്. പ്രതീക്ഷ എന്ന് പറയുമ്പോൾ പ്രതീക്ഷിച്ചിട്ട് വിഷമിക്കാനല്ല പറയുന്നത്. ഒരു കൃത്യമായിട്ടൊരു സമയം, ഡിവൈൻ ടൈം എന്ന് പറയുന്നൊരു സമയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലം തീർച്ചയായിട്ടും ലഭിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഭഗവാന്റെ കീർത്തനങ്ങൾ, നാമജപങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ അതുമായിട്ട് തുറന്ന് കൊണ്ടുപോവുക. ധ്യാനങ്ങൾ കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. ഇത് നിങ്ങളെ ഒരുപാട് നിങ്ങളുടെ ഉള്ളിലെ ചക്രാസിനെ കൂടുതൽ അവേക്കണായിട്ട് കൊണ്ടുവരുന്നുണ്ട്. കുണ്ടലിനി പവർ റൈസ് ചെയ്ത് വരുവാണ് നിങ്ങൾക്ക്. അപ്പം അതിൻ്റെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ശരീരത്തിലും ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടാവും. ചിലർക്ക് ബാക്ക് പെയിൻ, നടുവേദന, ആസകലം വേദന, അപ്പം സ്വപ്നം മുറിഞ്ഞു പോവുക, അല്ലെങ്കിൽ ഉറക്കം മുറിഞ്ഞു പോവുക, ഇങ്ങനെയുള്ള ഒരുപാട് സൂചനകൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. സഫറിങ്സിൽ കൂടി കടന്നു പോകുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഒരു കാർമിക് മുജ്ജന്മ കർമ്മഫലങ്ങൾ ക്ലിയർ ചെയ്യുന്നതിൻ്റെ സൂചനകളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ചിലപ്പോൾ ഒരു സ്വപ്നത്തിനും ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ ചിലപ്പോൾ അനുഭവിക്കുന്നുണ്ടാവാം. അപ്പോൾ എനിക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ കണക്ട് ചെയ്ത് വരുവാണ്. കാരണം ഒരു സ്പിരിച്വൽ അവേക്കണിങ്, സ്പിരിച്വൽ പാത്തിൽ കൂടി കടന്നു പോകുന്നൊരവസ്ഥ, ആധ്യാത്മികമായിട്ട് ഒരുപാട് ഉയരങ്ങൾ. ആധ്യാത്മികത എന്ന് പറയുമ്പോൾ ഒരു മതത്തിൻ്റെ പേരിൽ മാത്രമല്ല, നമ്മൾ ഒരുപാട് ഡിവൈൻ പവറിലേക്ക് പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്യുന്നൊരു സിറ്റുവേഷൻ. ചക്ര ബാലൻസിങ്, ചക്ര ക്ലിയറിങ്, കുണ്ടലിനി റൈസിങ്, പ്രാണോർജം കൂടുതൽ നിങ്ങളിൽ നിന്ന് റൈസ് ചെയ്ത് വരുന്നൊരവസ്ഥ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തന്നെ ചിലർക്ക് സെക്ഷൽ അഡിക്ഷൻ അല്ലെങ്കിൽ സെക്ഷൽ ഫീലിംഗ്. അപ്പോൾ നിങ്ങളതൊരു ലജ്ജയായിട്ട് കരുതുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, ഭഗവാനെ സ്മരിക്കുന്ന അല്ലെങ്കിൽ നാമം ജപിക്കുന്ന എനിക്ക് എന്തുകൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ അതൊരു നാണക്കേടായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതൊരു കുണ്ടലിനി റൈസിങ്ങിൻ്റെ ഒരു സൂചനയായിട്ട് മാത്രം നിങ്ങൾ എടുത്താൽ മതി. ഇതെല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവുന്ന കാര്യമല്ല കേട്ടോ. നിങ്ങൾക്കിത് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നോ അത്തരത്തിലെടുക്കാം. നിങ്ങൾക്ക് ഇങ്ങനെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ, പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് നിങ്ങളിങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഡിവൈൻ ഗൈഡൻസ് ആയിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ മോശക്കാരായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് ഒരിക്കലും ചിന്തിക്കാതിരിക്കുക. ഇതൊരു പ്രാണോർജ്ജം അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഫോഴ്സ് എനർജിയാണ്. അപ്പോൾ അത് നിങ്ങൾ ഫീൽ ചെയ്യുവാണ്, ഇപ്പോൾ അനുഭവിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു അഡിക്ഷനായിട്ട് അത് എടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെ സ്പിരിച്വൽ അവേക്കണിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥയിൽ തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. കാര്യങ്ങൾ സറണ്ടർ ചെയ്യുക പൂർണ്ണമായിട്ടും. ഒരു ഡിവൈൻ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുമ്പിൽ ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ഡിവൈൻ ഗൈഡൻസ് ആയിട്ട് വരും ദിവസങ്ങളിൽ ലഭിക്കുന്നതാണ്. ഓക്കെ, ഇതാണ്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ പറയേണ്ടി വന്നു കേട്ടോ. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഫസ്റ്റ് ഫയൽ സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ള സന്ദേശം. ശരിക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു കാർമിക് സൈക്കിൾ എൻഡ് ചെയ്തു പോവുകയാണ്. ചില ആൾക്കാർക്ക് ചില റിലേഷൻഷിപ്പിൽ നിന്ന് പൂർണ്ണമായിട്ടും ഒരു അഡിക്ഷനിൽ നിന്ന് മോചനം ലഭിക്കുകയാണ്. ചില ആൾക്കാർ പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് എൻ്റർ ചെയ്ത് വരാണ്.
ഓക്കെ. അപ്പോൾ ഈ ഒരു കാർഡ് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാൻ നിങ്ങളുടെ കമൻസ് കൂടി രേഖപ്പെടുത്താം കേട്ടോ. ഓക്കെ ദെൻ, താങ്ക് യു. നമുക്ക് അടുത്തതിലോട്ട് പോവാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാതിരിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. ഒരു കാര്യം കൂടെ കേട്ടോ, ചിലർക്ക് ചക്ര എന്ന് പറയുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ല. ചക്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഊർജ്ജ സെൻറ്റർ, ഊർജ്ജ പോയിന്റുകളാണ്. ഈ ഊർജ്ജ പോയിന്റുകളിൽ കൂടി പ്രാണോർജ്ജം പ്രവഹിക്കുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ ചക്ര ബാലൻസിങ് എന്ന് പറയുന്നത്. സെക്കൻഡ് ഫോട്ടോ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ സെക്കൻഡ് പായിൽ സെലക്ട് ചെയ്ത നിങ്ങൾക്കുള്ളൊരു സന്ദേശം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മെസ്സേജാണ് ഭഗവാൻ തരുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും, പല പ്ലാൻസും, പല പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ചിട്ട് അതൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ആൾക്കാരായിരിക്കാം. എന്താണെന്നറിയോ? കാരണം ചിലപ്പോൾ കുറച്ച് നാൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചെയ്യും, അല്ലെങ്കിൽ അത് ഏത് കാര്യമായാലും, എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് മടുപ്പ് വരും, അല്ലെങ്കിൽ അത് വർക്കാവില്ല, ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ. എന്നിട്ട് പറയുന്നുണ്ടാവും ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു സമയമുണ്ട് അല്ലേ? നമ്മൾ പല കാര്യങ്ങളും ചെയ്യും, അതായത് കർമ്മഫലം ഇച്ഛിക്കാതെ നിങ്ങൾ പ്രവർത്തി ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതായത് എപ്പോഴും ഞാനൊരു കാര്യം ചെയ്തു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് റിസൾട്ട്, ഞാൻ എപ്പോഴും പ്രതീക്ഷിക്കുന്ന റിസൾട്ട് തന്നെ എനിക്ക് കിട്ടണം, അല്ലെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന പോലെ മറ്റുള്ളവർ എന്നോട് പെരുമാറണം, ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നേരെയാവണം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ എവിടേക്കോ നിങ്ങളുടെ എനർജി വർക്കാവുന്നില്ല. അതായത് നിങ്ങൾക്ക് എവിടേക്കോ ഒരു നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഗോൾ കാര്യങ്ങൾ എല്ലാം സെറ്റ് ചെയ്യുക, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, ബാക്കിയുള്ള ദൈവത്തിലേക്ക് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. പലപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങളത് മാറ്റി വയ്ക്കുന്നുണ്ടോ? ഇന്ന് എനിക്ക് വയ്യ, നാളെ ചെയ്യാം, ഐ ആം നോട്ട് റെഡി, എനിക്കിപ്പോൾ പൈസ ഇല്ല കേട്ടോ, ഞാൻ ഇന്ന് വരുന്നില്ല, എന്നെക്കൊണ്ടിത് പറ്റില്ല, അല്ലെങ്കിൽ ഇതൊന്നും ശരിയാവില്ലെന്നേ, ഇതൊക്കെ വെറുതെ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ, ഇത് കൃത്യമായിട്ടുള്ളൊരു സമയമല്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു ജ്യോതിഷനെ കണ്ടു, അപ്പോൾ അവർ പറഞ്ഞു സമയം ശരിയല്ല എന്ന്, കുറച്ചാൾ കഴിയട്ടെ, അല്ലെങ്കിൽ ഞാനിപ്പോൾ തിരക്കാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും മാറ്റി വയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ ഭഗവാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം, കൃത്യമായിട്ടുള്ള സമയം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു കാര്യം, ഇന്ന സമയം, ഇന്ന രാശി, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ എല്ലാ സമയവും അനുകൂലമായിട്ട് വരും, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എല്ലാം അനുകൂലമാണ്, എല്ലാം റെഡിയായിട്ട് വരും. ആ ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയാണ് നിങ്ങൾ ആദ്യം സൃഷ്ടിച്ചെടുക്കേണ്ടത് എന്നാണ് ഭഗവാൻ നിങ്ങൾക്ക് തരുന്നൊരു സൂചന. ഇവിടെ നിങ്ങൾ പല കാര്യങ്ങളും ഇങ്ങനെ വെറുതെ മാറ്റി വെച്ചിട്ട് സമയം വെറുതെ വേസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ. സമയം എന്ന് പറയുന്നത് വളരെ വിലപിടിപ്പുള്ളൊരു കാര്യമാണ്. അത് പോയ കാര്യം ഒരിക്കലും തിരിച്ചു വരില്ല. അപ്പോൾ മറ്റുള്ളവരുടെ സമയത്തിന് വേണ്ടിയിട്ട്, മറ്റുള്ളവർ നിങ്ങൾക്ക് തരുന്ന സമയത്തിന് വേണ്ടിയിട്ട് ഒന്നും വെയിറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ സമയം നിങ്ങൾ സെറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക, മറ്റുള്ളവരെ കാത്തിരിക്കാതിരിക്കുക. അതായത് അവർ വരട്ടെ എന്നിട്ട് ഞാൻ ചെയ്യാം, അല്ലെങ്കിൽ അവൾ വരട്ടെ ഞാൻ എന്നിട്ട് ചെയ്യാം, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ നിങ്ങളുടെ വിലപ്പെട്ട ഒരുപാട് സമയങ്ങൾ നിങ്ങൾക്ക് വേസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് തരുന്നൊരു മെസ്സേജ് എന്ന് പറയുന്നത്, സമയത്തിന് വാല്യൂ കൊടുക്കുക, നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് അതത് സമയത്തിൽ ചെയ്യുക, അതത് സമയത്ത് സന്തോഷങ്ങൾ നിങ്ങൾ ഹാപ്പി ആവുക. അതായത് ഇപ്പം എനിക്ക് സന്തോഷിക്കാൻ പാടില്ല കേട്ടോ, ഞാൻ കുറച്ച് കഴിഞ്ഞ് സന്തോഷിക്കാം, കാരണം ഇപ്പോൾ സന്തോഷിച്ചുണ്ടല്ലോ പിന്നെ ദുഃഖം വരും, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ടാവും. അപ്പോൾ ചില കാര്യങ്ങൾ കഴിഞ്ഞു, നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക. ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ വെൽക്കം ചെയ്യാൻ ശ്രമിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാൻ ശ്രമിക്കുക, ജീവിതത്തിന് പുതിയൊരു പ്ലാൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ചിലപ്പോൾ ഒന്നും ചെയ്യാനുണ്ടാവില്ല, പക്ഷെ അന്നത്തെ കാര്യം മാത്രമായിരിക്കും നിങ്ങൾക്ക് ചെയ്യാനുണ്ടാവുക. അന്നത്തെ കാര്യത്തിൽ നിങ്ങൾ ചെയ്തിട്ട് സന്തോഷം കണ്ടെത്തൂ, അത്രയും നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. ആ ഭഗവാന്റെ നാമജപം നിങ്ങൾ ഒരുപാട് സഹായിക്കും, ഒരുപാട് ഉയരത്തിലേക്ക് കൊണ്ടെത്തിക്കും, സ്പിരിച്വലായിട്ട് ഒരുപാട് തലങ്ങളിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കും. ഇവിടെ ചില ആൾക്കാർക്ക് വളരെ പ്രായം ചെന്നൊരു മനസ്സാണ് കേട്ടോ, കാരണം ഒരുപാട് ദുരിതങ്ങളിൽ കൂടി കഷ്ടപ്പാടുകളൊക്കെ അനുഭവിച്ചത് പോയതുകൊണ്ട് തന്നെ ഒരു വളരെ എന്താ പറയുക, ടയേർഡായിട്ടുള്ളൊരു മനസ്സാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളൊരു ഒരു യൂത്ത് എനർജി, അല്ലെങ്കിൽ ഒരു യുവാക്കളുടെ എനർജിയിലേക്ക് വരണം, ഇവിടെ മനസ്സ് കൊണ്ടുവരണം. ഓക്കെ, ശരീരം ചിലപ്പോൾ വഴങ്ങില്ല, എങ്കിലും മനസ്സിനെങ്കിലും ആ ഒരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ ശരീരവും തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിനൊപ്പം യാത്ര ചെയ്യുമെന്നാണ് പറയുന്നത്. കാരണം ചിന്തിച്ച് ചിലപ്പോൾ ചിലർക്ക് രോഗം പിടിച്ചൊരവസ്ഥയാണ് കാണാൻ പറ്റുന്നത്. എനിക്ക് വയ്യ, അയ്യോ എനിക്ക് മടുത്ത്, എനിക്ക് ക്ഷീണമാണ്, എനിക്ക് വയ്യ, ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ സ്വപ്നങ്ങൾ ഒരുപാട് ദൂരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആത്മാവിനെയും നിങ്ങളുടെ മനസ്സിനെയും സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും ഒരു സമയം വേണം. നിങ്ങളെ സ്വയം സ്നേഹിക്കാൻ, നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടും പരിഗണനയും എല്ലാം നിങ്ങൾ സ്വയം കൊടുക്കുക. ജീവിതം മാറുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം അറിയാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും പേടിയായിരിക്കും, അല്ലെങ്കിൽ സംശയമായിരിക്കും, ഞാനിതൊക്കെ ചെയ്യണോ, ഇതൊക്കെ എന്തിനാണ്, മടുപ്പാണ്, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ശരിക്കും ഒരു ഉയർത്തെഴുന്നേൽക്കേണ്ട ഒരു സമയമാണ്.
അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുക. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ഭഗവാനെ സ്മരിക്കുക, ഭഗവാനെ നോക്കി പുഞ്ചിരിക്കുക. ഭഗവാന്റെ ഫോട്ടോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഭഗവാന്റെ ഫോട്ടോ എപ്പോഴും ഒരു പുഞ്ചിരിച്ചൊരു ഒരു രീതിയിലായിരിക്കും അല്ലേ. ഗുരുവായൂരപ്പൻ്റെ ആ പഴയ കുഞ്ഞുനാളിലെ ആ ഒരു കളികളും ലീലകളും ഒക്കെ നിങ്ങൾ മനസ്സിലോർത്തെടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലൊരു സന്തോഷം ഉണ്ടാവും. ഭഗവാൻ ഒരുപാട് പരീക്ഷണങ്ങൾ കൂടി പ്രശ്നങ്ങൾ കൂടി കടന്നു പോകേണ്ടി വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് അറിയാം അല്ലേ. ഭഗവാനാണ്, അയ്യോ ഭഗവാൻ അതൊക്കെ പറ്റും എന്ന് ചിന്തിക്കരുത്. ഭഗവാൻ മനുഷ്യാവതാരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. എന്നിട്ടാണ് പലരെയും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചതും ഒരുപാട് പേർക്ക് ഒരുപാട് കാര്യങ്ങൾ പകർന്നു കൊടുത്തത്. അതേപോലെ തന്നെ കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും നമ്മുടെ ഈ ഒരു ജീവിതത്തിൽ സ്വാഭാവികമാണ്, സാധാരണമാണ്. പക്ഷേ നമ്മളതിൽ വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വിഷമിച്ചിരിക്കാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. കൃത്യമായിട്ട് ജീവിതത്തിനൊരു റൂട്ടീൻ ഉണ്ടാക്കിയെടുക്കുക, ഒരു പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക. ഇന്ന ദിവസങ്ങൾ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞ് കരുത്തോടുകൂടി നിങ്ങൾ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. നാമജപം നിങ്ങൾ ഒരുപാട് ഈ ഒരു സമയത്ത് സഹായിക്കും. പുണ്യഗ്രന്ഥങ്ങൾ നിങ്ങൾക്ക് വായിക്കാം, അതിൽ നിന്ന് ഒരുപാട് കരുത്ത് നിങ്ങൾക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ള സന്ദേശം. ഈ കാർഡ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്തതിലോട്ട് പോകാം. തേർഡ് ഫോട്ടോ കാളി. ഓക്കെ, അമ്മയുടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്താൽ, കാർഡ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശം, നിങ്ങൾ ഒരുപാട് സ്പിരിച്വലി അലൈനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഗ്രേറ്റ് ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും വേദനകളും ടെൻഷനും ഒക്കെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുണ്ടാവും. ചില സമയത്ത് ചില ആൾക്കാർ അതിൽ നിന്ന് കാർമികമായിട്ടുള്ള ചില അവസ്ഥകളിൽ നിന്ന് റിക്കവറായിട്ട് വരുന്നൊരു സാഹചര്യമാണ് കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നു തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഫസ്റ്റ് ഫോട്ടോയും കൂടി റെസൊനേറ്റ് ആവാനുള്ളൊരു സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതുകൂടി കേൾക്കാൻ ശ്രമിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഗ്രോത്ത് ആണ് ഈ ഒരു സമയത്ത് ആവശ്യം. മാറ്റത്തെ നിങ്ങൾ പേടിക്കുന്നു, ഈ മാറ്റത്തെ നിങ്ങൾ പേടിക്കാതിരിക്കുക. അതായത് കാളി എന്ന് പറയുന്നത് ഡിവൈൻ ഫെമനൈൻ പവറാണ്. എല്ലാത്തിനെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ കാളിക്ക് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെല്ലാ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളെയും നല്ല സാഹചര്യങ്ങളെയും എല്ലാം ഒരുപോലെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. വേണ്ടാത്ത കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനും വേണ്ട കാര്യങ്ങളെ ലൈഫിലേക്ക് തിരിച്ചെടുക്കാനും നിങ്ങൾക്ക് പറ്റണം. ഈ ഒരു സന്ദേശമാണ് അമ്മ സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് മുന്നിൽ തരുന്നത്. ചില ആൾക്കാർ ഇപ്പോഴും ചതിയിൽ കൂടി കടന്നു പോകുന്ന, ചതിക്കുന്ന ചില ആൾക്കാർ ഇപ്പോഴും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ചില ആൾക്കാർ അത്തരത്തിലുള്ള അവസ്ഥകളിൽ നിന്ന് റിക്കവറായിട്ട് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, ചിലരിൽ മാത്രം കാണുന്ന ചിലർക്ക് മാത്രം റെസൊനേറ്റ് ആവുന്ന ഒരു എനർജിയാണ്. ചില ആൾക്കാർ പോയ ചില ആൾക്കാർ വീണ്ടും ഒരു വട്ടം കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ ഒരു ചാൻസ് ചോദിച്ചിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും മോശമായിട്ട് നിങ്ങൾ വിചാരിക്കേണ്ട, നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിൽ നിങ്ങൾ വീണ്ടും അഡിക്റ്റഡ് ആയിട്ട് പോകുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിൽ നിങ്ങൾ വീണ്ടും പോകുന്നുണ്ടോ, ആ എനർജി നിങ്ങൾക്ക് വീണ്ടും സങ്കടം, ടെൻഷൻസ്, ഫ്രസ്ട്രേഷൻസ് തരുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഇതെല്ലാവർക്കും ഒരുപോലെയുള്ള കാര്യമല്ല. ചില ആൾക്കാരെങ്കിലും പോയ ആൾക്കാരെ വീണ്ടും ലൈഫിലേക്ക് വിളിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ വീണ്ടും വന്നത് വീണ്ടും സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ അവരുടെ പ്രസൻസ് വീണ്ടും നിങ്ങൾക്ക് പഴയ കാര്യങ്ങളിൽ നിന്നെല്ലാം ഒരു മാറ്റം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനിരുന്ന നല്ല കാര്യങ്ങളെല്ലാം തട്ടിക്കളയുന്നൊരവസ്ഥ ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത്തരം ആൾക്കാരിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് ഇടേണ്ട അത്യാവശ്യമാണ്. കാരണം ചിലപ്പോൾ അവർ ജീവിതത്തിലൊരു ലെസൺ പഠിച്ചിട്ടായിരിക്കില്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. നിങ്ങൾ അവർക്ക് ആവശ്യത്തിലും കൂടുതൽ പരിഗണന കൊടുത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ മനസ്സിലാക്കുക, രണ്ടുപേർക്കും ലെസൺസ് പഠിക്കാനുള്ളൊരു സമയം വേണ്ടി വരും. ഓക്കെ, ഇതെനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നത് ചില ട്വിൻ ഫ്ലെയിംസ് കണക്ഷൻസ്, ചില സ്പെഷ്യലായിട്ടുള്ള കാർമിക് കണക്ഷൻസിലാണ് ഈ ഒരു പാറ്റേൺ ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഹീൽ ചെയ്തിട്ട് പോയിട്ട് വേറൊരു വ്യക്തിയിലേക്ക് വീണ്ടും കണക്റ്റഡായി നിങ്ങൾക്ക് അവിടെ കൂടുതൽ ഇപ്പോൾ അഡിക്ഷനും പ്രശ്നങ്ങളും സങ്കടങ്ങളും ടെൻഷനൊക്കെ ഫീൽ ചെയ്യുന്നൊരു അവസ്ഥ ഉണ്ടാവാം. നിങ്ങൾക്കിതെങ്ങനെ റെസൊനേറ്റ് ആവുന്ന ആ വിധത്തിലെടുക്കാം. കാരണം ഡിവൈൻ ഫെമനൈൻ പവർ പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ഒരു പൂർണ്ണ അവേക്കണിങ്ങിലേക്ക് വന്നിട്ടില്ല. അതിനുള്ള സമയം കൂടി നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് കൊടുക്കേണ്ടത് അത്യാവശ്യമാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അഡിക്ഷനായിട്ടുള്ള ഒരു അവസ്ഥ, അഡിക്റ്റഡ് അല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി അവിടെ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്ത് അല്ലെങ്കിൽ ഒരു ഡിവൈൻ മിഷനിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റൂ. ഈ ഒരു കാർഡ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പലർക്കും ഒരു ഡിവൈൻ പർപ്പസ്, സോൾ മിഷനുള്ള ആൾക്കാരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അമ്മ എനിക്ക് തരുന്ന എനർജി അങ്ങനെയാണ്. സോ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പർപ്പസ് സോൾ മിഷനിലേക്ക് കൂടി എൻ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു സമയത്ത് ഇത് എന്താണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളിനി എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിനെ കുറിച്ചുള്ളൊരു ലക്ഷ്യം, അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ജോലി മാത്രമല്ല, അത് ചിലപ്പോൾ സമൂഹത്തിലേക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ പകർന്നു കൊടുക്കാൻ, അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്കൊണ്ട് പറ്റുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ചില പർപ്പസ് കൂടി നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് മാത്രം ഉണ്ട് കേട്ടോ. അപ്പോൾ മനസ്സിലാക്കുക, എല്ലാവർക്കും ഒരുപോലെയല്ല. അപ്പം നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിൽ ഇൻറ്റ്യൂഷനിൽ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്നോ ആ ഒരു തരത്തിലേക്ക് കൂടി നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഇവിടെ പഠിക്കേണ്ട ലെസൺസ് നന്നായിട്ട് പഠിക്കുക. ശ്രദ്ധക്കുറവ് ചില ആൾക്കാർക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ശ്രദ്ധക്കുറവെന്ന് പറയുമ്പോൾ
ചെയ്യുന്ന കാര്യങ്ങൾ പ്രസൻറ്റ് മൊമെൻറ്റ് വിട്ടിട്ട് നിങ്ങൾ വേറെ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുന്നൊരവസ്ഥ. അതുമൂലം നിങ്ങളുടെ ലൈഫിലേക്ക് ചില ടെൻഷൻസ്, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ കടന്നു വരാനുള്ളൊരു സാധ്യതയുണ്ട്. ചില ആൾക്കാരിൽ പണം നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയുണ്ട്. പണം നഷ്ടപ്പെടാമെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ നിങ്ങളെ ചതിച്ചിട്ട് പണം കൊണ്ടുപോകുന്നൊരു ചിലപ്പോൾ ചില ആൾക്കാരിപ്പോൾ ഒരു 1-2 ആഴ്ചക്കുള്ളിൽ ഇങ്ങനത്തെ അവസ്ഥകളിൽ കൂടി കടന്നു പോയിട്ട് വന്നിട്ടുണ്ടാവാം. അപ്പോൾ ശ്രദ്ധിക്കുക. ഇതൊരു അവയർനെസ് ആയിട്ട് അമ്മ തരുന്നൊരു മെസ്സേജാണ്. നിങ്ങളുടെ അടുത്ത് കൂടിയിരിക്കുന്ന ആൾക്കാരുടെ തനി നിറം കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അവർക്ക് വേറെ പല ഉദ്ദേശങ്ങളും ഉണ്ടോ എന്നതുകൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് ആൾക്കാരെ ഭയപ്പെടണം അല്ലെങ്കിൽ ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു സന്ദേശമല്ല അമ്മ തരുന്നത്. ആൾക്കാരുടെ അവസ്ഥകളും അല്ലെങ്കിൽ അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് കൂടി പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയതിന് ശേഷം അവരെ സ്വീകരിക്കാൻ ശ്രമിക്കുക. ചില ആൾക്കാർ ചിലപ്പോൾ ബന്ധുക്കളായിരിക്കാം കേട്ടോ. നിങ്ങളുടെ പോയ ചില ബന്ധുക്കൾ വീണ്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് അതെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. അങ്ങനെയും സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. സോ മനസ്സിലാക്കുക. ആൾക്കാരെ പൂർണ്ണമായിട്ടും തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം അവരിലേക്ക് വീണ്ടും കണക്റ്റ് ആവാൻ ശ്രമിക്കുക. ചില ആൾക്കാർ വീണ്ടും വന്ന് നിങ്ങളുടെ മനസ്സമാധാനം ഇല്ലാതാക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ സബ് കോൺഷ്യസ്ലി നിങ്ങളുടെ എനർജി അവർ കൊണ്ടുപോകുന്നൊരവസ്ഥ അങ്ങനെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങളുടെ പവറിലേക്ക് തിരിച്ചു വരേണ്ട ഒരു സമയമാണ്. ഫെമിനൈൻ പവർ അവീക്കൺ ചെയ്യേണ്ട സമയമാണ്. നിങ്ങളുടെ ഉള്ളിലെ ട്രൂ പൊട്ടൻഷ്യൽ തിരിച്ചറിയേണ്ട സമയമാണ്. ഇതിന് നിങ്ങളെ അമ്മയിലേക്കുള്ള പ്രാർത്ഥന അല്ലെങ്കിൽ അമ്മയിലേക്കുള്ള പൂർണ്ണ സമർപ്പണം ഒരുപാട് സഹായിക്കും ഈ ഒരു സമയത്ത്. കാരണം ഒരുപാട് മാറ്റങ്ങളിൽ കൂടി കടന്നു പോകുന്നൊരു സമയമാണിപ്പോൾ നിങ്ങൾക്ക്. ഈ മാറ്റത്തെ നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഈ മാറ്റത്തെ നല്ല രീതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഈ ഒരു സമയത്ത് നിങ്ങളിടുന്ന ഏത് കോളും ഉറപ്പായിട്ടും സക്സസ് ആവും. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കായാലും നിങ്ങൾ എന്തിനാണോ എഫേർട്ട് എടുക്കുന്നത് ഈ ഒരു സമയം അതിന് അനുകൂലമായിട്ടുള്ള സമയമാണ്. സോ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. അനാവശ്യമായിട്ട് ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്തിട്ട് അവനവൻ്റെ എനർജി വേസ്റ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ, ഇതാണ് തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശം. ഇത് റെസണേറ്റ് ആയെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. പോസിറ്റീവ് എനർജി ക്ലെയിം ചെയ്യാം കേട്ടോ.